ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യ നായകനായിട്ടെത്തിയ കറുപ്പ് എന്ന സിനിമ ഇന്നലെ തിയേറ്ററിൽ പോയി കണ്ടു. ഞാൻ ഓൾറെഡി എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുവന്നു. സെക്കൻഡ് ഹാഫ് വന്ന് പടം മൊത്തത്തിൽ നാശകോശമാക്കി. കാരണം ഈ ഒരു ഓഡിയൻസിന്, അതായത് നമ്മുടെ കേരളത്തിലുള്ള ഒരു ഓഡിയൻസിന് ദഹിക്കാത്ത രീതിയിലുള്ള ഒരു സബ്ജക്റ്റാണ് അവരെടുത്തിരിക്കുന്നത്. ഇപ്പം സൂര്യ അഭിനയിച്ചിരിക്കുന്ന റോളെല്ലാം ഗംഭീരമാണ്. പുള്ളിയുടെ 2-3 മേക്കോറുണ്ട്. പുള്ളി ഈ കറുപ്പനായി മാറുന്ന ആ ഒരു സിറ്റുവേഷനിൽ പുള്ളി വരുന്ന കുറച്ച് മേക്കോറിലൊക്കെ ഗംഭീര പെർഫോമൻസ് ആണ് പുള്ളി ചെയ്യും. പക്ഷെ ഒരു സിനിമ എന്ന രീതിയിൽ നമുക്കത് കാണുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു ഓഡിയൻസിന് ദഹിക്കത്തില്ല. ഒരു പക്ഷേ തമിഴ്നാട്ടിൽ പടം സൂപ്പർ ഹിറ്റ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന റിവ്യൂകളുടെ തമ്പുരാൻ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വാഴ്ത്തുന്ന ഈ വേട്ടാവളിയൻ്റെ ഒരു റിവ്യൂ റിയാക്ഷൻ, ഒരു കിടിലൻ ട്രോൾ വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണാം. ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ മോശമായിട്ടുള്ള സിനിമകൾക്ക് പോലും പോസിറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുള്ള ഒരുത്തനാണ് ഇവൻ. നിങ്ങൾ അവൻ്റെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. 8 നിലയിൽ പൊട്ടി പണ്ടാരം അടങ്ങി പോയിട്ടുള്ള സിനിമയ്ക്കൊക്കെ ഗംഭീര റിവ്യൂ ആണ് ഇവ കൊടുത്തിരിക്കുന്നത്. അന്നെല്ലാം ഞാൻ പറഞ്ഞിരുന്നു, ഇതിൻ്റെ പ്രൊഡ്യൂസർമാരിൽ നിന്നും അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരിൽ നിന്നൊക്കെ പണം പറ്റിയിട്ടാണ് ഇവൻ സിനിമകൾക്ക് ഇവൻ റിവ്യൂ പറയുന്നതെന്ന് ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ള തെളിവുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. കാരണം പലരുടെ നിന്നും പൈസ വാങ്ങിച്ചിട്ടാണ് ഇവൻ സിനിമയുടെ റിവ്യൂ ചെയ്തത്. നല്ല സിനിമകൾക്കൊക്കെ മോശം റിവ്യൂ ആണ് ഇവൻ കൊടുത്തത്. അത് കൂടുതലും മമ്മൂട്ടി സിനിമകൾക്ക് തന്നെയാണ് ഇവൻ മോശം റിവ്യൂ കൊടുത്തത്. പക്ഷെ ഇവൻ മോശം റിവ്യൂ കൊടുത്തിട്ടുള്ള പല സിനിമകളും സൂപ്പർ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ടർബോയും അതുപോലെ തന്നെ ഭീഷ്മപർവ്വം എന്നൊക്കെ സിനിമ. ഇതിനൊക്കെ നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തത്. നമുക്ക് ആ ഒരു കിടിലൻ ട്രോൾ വീഡിയോ ഒന്ന് കണ്ടാലോ. എത്രയാ നിന്റെ പ്രതിഫലം? 1,00,000 രൂപ. അതിരടി ഡയറക്ടർ അരുൺ അനിരുദ്ധൻ. അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടു. പിന്നെ പേഴ്സണലി ഐ ഹാഡ് റൊമാൻസം. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. എനിക്ക് പേഴ്സണലി ഇതൊരു ഒരു കിഡിൽ എന്റർടൈൻമെന്റ് ആണ്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. എന്തുവാണത്? എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല സാറേ. എനിക്ക് ജീവിക്കണം, അതിന് കാശാണ് ആവശ്യം. അതിനുവേണ്ടി എന്ത് വൃത്തികെട്ട മാർഗം ഞാൻ സ്വീകരിക്കണം. എനിക്കിപ്പോ തന്നെ ശരിക്കും മനസ്സിലായി. ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള റിവ്യൂസ് മൊത്തം ഇതിന്റെ റിവ്യൂ ഇന്ന് രാത്രി പറഞ്ഞല്ലോ. എത്ര ലേറ്റ് ആയാലും പറഞ്ഞല്ലോ. രാത്രിയിലുള്ള നിന്റെ ജമയില് കണ്ടപ്പോ എനിക്ക് തോന്നി. ബാക്കി മൊത്തം ഇതൊരു കളർഫുൾ ആയിട്ടാണ് പടം എടുത്തു വെച്ചേക്കുന്നത്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകള്ളെ. 0 ലോജിക്കാണ് ഇതില്. പല സ്ഥലത്ത് ഒരു ലോജിക്കും ഇല്ല. ഇതൊരു ഓളം പടമാണ്. അപ്പൊ ബേസിലിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ഹൈപ്പർ ആയിട്ടുള്ള, എല്ലാം ഞാൻ മാനേജ് ചെയ്യും, ഒരു ക്രൈസിസ് മാനേജർ ആയിട്ടുള്ള, ഭയങ്കര ഓവർ കോൺഫിഡൻസ് ഉള്ള ഒരാളായിട്ടാണ് ബേസിൽ. പക്കയാണ്, എസ്പെഷ്യലി ബേസിലിന്റെ ലുക്ക്. അല്ലെങ്കിൽ ഗ്ലാമർ ഒരു പ്രശ്നമായേനെ. ഇതെന്താ സൗന്ദര്യ മത്സരോ? പൊക്കി പറയാൻ പറഞ്ഞാൽ പൊക്കി പറഞ്ഞോളണം, മനസ്സിലായോ? അതിനുള്ള ക്യാഷ് ഞാൻ വേറെ പേ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതൊരു ഓളം പടമാണ്. ഓളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നമ്മളെ കൂടെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസും അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു അടിപൊളി സിനിമ. എടാ മോനെ, ഈ കഥകളൊക്കെ പുറത്ത് കേൾക്കുന്നില്ലേ കുറെ മെക്കാനിക്ക് വിട്ടികൾ? അവന്മാരോട് പറ, എന്റെ അടുത്ത് വേണ്ട. എല്ലേ എന്നാ അടിച്ചോളൂ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. അതിരടി സിനിമ കണ്ടിട്ട് ഞാനും എൻ്റെ റിവ്യൂ പറഞ്ഞതാണ്. മോശമല്ലാത്ത ഒരു സിനിമ, ഒരു എന്റർടൈനർ സിനിമ, നോ ലോജിക്. ഇതൊക്കെ നമ്മളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കൊണ്ടുവന്ന് നിർത്തിയത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തി. നമ്മുടെ ടൊവിനോ തോമസിൻ്റെ ഒരു ക്യാരക്ടർ, ഒരു ഗുണ്ടയുടെ ആ ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് ആ ഒരു ക്യാരക്ടർ കൊണ്ടുവന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് കാറ്റൂരി വിട്ട ബലൂൺ പോലെ ആയിപ്പോയി. കാരണം ആ ഒരു ക്യാരക്ടറോട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് അത് കൊണ്ടെത്തിച്ചത്. അപ്പം നമ്മുടെ ബേസിലാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബേസിലിനെ നല്ല രീതിയിൽ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് പൊക്കി അടിക്കുന്നുണ്ട്. പല റിവ്യൂസും നിങ്ങൾ കേട്ട് കാണും, പല ആളുകളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ട് കാണും. ഇപ്പോൾ സിനിമയുടെ അവസ്ഥ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാം. കാരണം ഇത്രയും വലിയൊരു റിവ്യൂ നമ്മുടെ വെട്ടാവളിയെ കൊടുത്തിട്ട് പോലും സിനിമയ്ക്ക് ആളെത്തുന്നില്ല എന്നുള്ള. ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ മിക്സഡ് റിവ്യൂ ആയിരുന്നു. പലർക്കും സിനിമ ഇഷ്ടപ്പെട്ടു, പലർക്കും സിനിമ ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ഇനിയിപ്പോൾ ഒരു സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നുണ്ട്. ആ സിനിമ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ പരാജയപ്പെടണം. അങ്ങനെ സിനിമ കാണാൻ വേണ്ടി വന്നിട്ട് നെഗറ്റീവ് റിവ്യൂ പറയുന്ന
കുറേ ആളുകളും ഉണ്ട്. അത് അശ്വന്ത് ഗോക്കിൻ്റെ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ആ റിവ്യൂ നിങ്ങൾ ഈ പബ്ലിക് റെസ്പോൺസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്താണെങ്കിലും ഒരു സിനിമ എടുത്തിട്ട് അതിന് സത്യസന്ധമായ രീതിയിൽ ആരുടെയൊന്നും പൈസ വാങ്ങിക്കാതെ റിവ്യൂ ചെയ്യാനൊന്നും ഇവന്മാരെ കൊണ്ട് പറ്റില്ല. ഞാനിപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ എൻ്റെ റിവ്യൂ പറയുന്നത്, ഞാൻ 150 രൂപ 200 രൂപ തിയേറ്ററിൽ കൊടുത്തിട്ട് ഞാൻ പോയിരുന്ന് കണ്ടിട്ട് ഒരു സാധാരണ ഓഡിയൻസിൻ്റെ മനസ്സെന്താണോ അതാണ് ഞാൻ എൻ്റെ റിവ്യൂ പറയുന്നത്. ഞാൻ സിനിമയ്ക്കകത്തോട്ട് അങ്ങോട്ട് ആഴത്തിലേക്ക് ഇറങ്ങി അതിനെ കീറി മുറിച്ച് മുളകും മല്ലിയൊക്കെ തേച്ച് പൊരിച്ചെടുക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല. ബോഡി ഷേമിങ് ചെയ്ത് ആ സിനിമയെ നശിപ്പിക്കുന്ന ഒരുത്തനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്തായാലും ഇവന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കോക്കിനെ എല്ലാവരും കൂടെ എടുത്തിട്ട് അങ്ങ് ഊക്കിക്കൊണ്ട് എയറിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ കോമഡിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കാം. നല്ല സിനിമകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ അത് ഏറ്റെടുക്കും, വിജയിക്കും. അതിപ്പോൾ ഞാൻ റിവ്യൂ പറഞ്ഞതുകൊണ്ട് ആ സിനിമ വിജയിക്കണമെന്നോ അല്ലെങ്കിൽ സിനിമ പരാജയപ്പെടണോ എന്നൊന്നുമില്ല. എങ്കിലും റിവ്യൂ അതൊരു ചെറിയ ഒരു ഘടകം തന്നെയാണ് സിനിമയ്ക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ പല സിനിമകൾക്കും പോസിറ്റീവ് കൊടുത്തിട്ട് അത് പൊട്ടിപ്പോയിട്ടുണ്ട്, നെഗറ്റീവ് കൊടുത്ത സിനിമകൾ വിജയിച്ചിട്ടുമുണ്ട്. അതാണ് ഇവൻ്റെ റിവ്യൂ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.